ഒരു പറയുന്നുണ്ട് താത്താക്ക് ഇപ്പൊ പഴയ ഉസാറൊന്നുമില്ല, എന്ത് പറ്റി താത്താക്ക്? താത്താക്ക് ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ എന്ന് ഒരേ മാറിയാകുമോ, ഓരോ മാറ്റങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിന്. അല്ലാതെ വെച്ച് മനസ്സിക്ക് ഒരു ഇടങ്ങേറോ ഒന്നുമില്ല കേട്ടോ മക്കളെ. അതിനിങ്ങനെ നിങ്ങൾ അങ്ങനെയായിട്ട് കരുതല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു മലപ്പുറം താത്ത. മലപ്പുറം താത്താൻ്റെ സംസാരിക്കാനുള്ള റീസൺ മലപ്പുറം താത്ത തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം അവരവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അവരുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം അവിടെ കുറച്ച് ദിവസം നിൽക്കുന്നു. അപ്പം പെട്ടെന്ന് സാധാരണ എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന മലപ്പുറം താത്ത വന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അതായത് സ്വന്തം വീട്ടിലേക്ക് പോയ കാര്യം ആരോടത്തും പറഞ്ഞിട്ടില്ല. അവിടെ എത്തിയതിന് ശേഷം ഇങ്ങനെ പറയാണ്, സത്യത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് ഇവിടെ വന്നിരിക്കുകയാണ്, ഉമ്മാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവും ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ അത് കുറേ പേര് ഏറ്റുപിടിച്ച് അത് വീഡിയോ ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മലപ്പുറം താത്താക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. അത് ഭയങ്കരമായിട്ട് ഒരു ചെറിയ വീട്ടിൽ ഒതുങ്ങേണ്ടുന്ന ഒരു പ്രശ്നം എന്തായി നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഏറ്റെടുത്തതൊരു വലിയ പ്രശ്നമായി മാറി എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം മലപ്പുറം താത്താക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കത്തിലേക്കായിരുന്നു അവർ എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം എന്തായാലും ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മലപ്പുറം താത്താൻ്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, പ്രശ്നങ്ങളുമായിട്ട് അവർ തുടർന്ന് അങ്ങോട്ട് തന്നെ പോവുകയാണ്. കാരണം കുറച്ചധികം കാലത്തോളം ആ ഒരു പ്രശ്നത്തിന് ശേഷം അവർ യൂട്യൂബിനകത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടിരുന്ന മലപ്പുറം താത്താനെ കുറേ കാലം യൂട്യൂബിനകത്ത് കാണാതിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്തൊക്കെയോ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ട് എന്നൊക്കെയായിരുന്നു. അപ്പോൾ വളരെ റീസെൻ്റായിട്ട് അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഞെട്ടി. നമുക്ക് ആ വീഡിയോ കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു സംഗതി കാട്ടിത്തരാൻ വേണ്ടി വന്നിക്കാണ്. വല്ലാത്തൊരു സന്തോഷമുണ്ട് നിങ്ങൾക്ക്, ഞമ്മക്കത് കാട്ടിത്തരുമ്പട്ടോ. അതങ്ങനെയാണല്ലോ. മൂപ്പര വക ഞമ്മക്ക് നല്ലൊരു ഗിഫ്റ്റാണ് ഈ ഒരു വലിയനാക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടി കണ്ടാണ് വന്നിക്കുന്നത്. സംഗതി എന്താണ് ഏതാണെന്നുള്ളത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായേക്കും, അത് വേറെ കാര്യം. എന്നാലും ഞാൻ തന്നെ അതൊന്ന് പറഞ്ഞു തരുമ്പോ അത് വേറെ തന്നെയാണല്ലോ. സംഗതി ഒന്നുമല്ല, ഒരു മിക്സിയാണ്. അപ്പൊ നമ്മള് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലൊക്കെ ഈ ഒരു മിക്സി ഇങ്ങനെ കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് കാട്ടിത്തരലുണ്ടല്ലോ. അപ്പൊ ആ അവസ്ഥക്ക് കാട്ടി തന്നിട്ടുമില്ല, വീഡിയോയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. 3-4 മാസം മുന്നേ വേറൊരു മിക്സി. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചാണ്, താത്ത നിങ്ങൾക്ക് എപ്പോഴും മിക്സി വാങ്ങണ പണിയാണോ? ഇതിപ്പോ കാണാൻ മാത്രമൊന്നും ഇല്ല, എന്നാലും ഇച്ച് കിട്ടിയൊരു സന്തോഷം. അതും നമ്മളെ മാപ്പിളാര് നമുക്ക് കണ്ടറിഞ്ഞാണ്ട് കൊണ്ടുവന്ന് തരുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. ഞാൻ പോയിട്ടും കൂടിയില്ല, മൂപ്പരെന്നെ പോയി കൊണ്ടുവന്നിക്കാണ് കേട്ടോ. അപ്പൊ വല്ലാത്തൊരു സന്തോഷം. സുജാതന്റെ മിക്സി ആരും കാണാത്ത ഒന്നല്ല, പക്ഷെ എന്നാലും ഇഞ്ചൊരു സന്തോഷം അത് നിങ്ങളോട് പറയാ. 3 ജാറാണ് ഇതിന് വരുന്നത്. ഈ വീഡിയോക്കകത്ത് എന്താണെന്നറിയോ, തെറ്റിലാണെന്ന് പറയപ്പെടുന്ന ഭർത്താവ് നമ്മുടെ മലപ്പുറം താത്താക്ക് ഒരു മിക്സി ഗിഫ്റ്റായി കൊടുത്തിരിക്കുക. മലപ്പുറം താത്ത പറയുന്നുണ്ട്, ഞാൻ പോലും പോയിട്ടില്ല, എൻ്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്ന മിക്സിയാണെന്നൊക്കെ. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന എന്താ, മലപ്പുറം താത്ത എന്തോ വലിയ പ്രശ്നത്തിലാണ്, ഭർത്താവുമായിട്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തിലാന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്കൊക്കെയുള്ള ഉത്തരമായിട്ടാണ് മലപ്പുറം താത്താൻ്റെ ഒരു വീഡിയോ. അതിനകത്ത് അവൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭർത്താവ് ഗിഫ്റ്റ് ചെയ്തതാണ്, പെരുന്നാളാണ്, സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇനി ആരും മലപ്പുറം താത്താൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് കഞ്ഞുകൂടി മുട്ടി നിൽക്കണ്ട. മലപ്പുറം താത്താക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല, ഷീസ് പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ തീരും. അതിനിടയിലേക്ക് മൂന്നാമതൊരാൾ കയറി കഴിഞ്ഞാൽ അവർ വടിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വടിയായി. കാരണം ഇവരെ എന്താ പറയുക, ഇവരെ കുറിച്ച് സംസാരിച്ചിരുന്ന യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരു നല്ല അടിയാണ് ഇവരെ തിരിച്ചു തന്നത്. കാരണം ഞങ്ങളെ പ്രശ്നമൊക്കെ തീർന്നു എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളുടെയൊക്കെ ചാനലിനകത്ത് ആ വീഡിയോസൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്താ പറയുക, അവരിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മലപ്പുറം താത്ത ഒരു ചെറിയ സൂചന തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചിലവർ പറയുന്നുണ്ട് താത്താക്ക് ഇപ്പൊ പഴയ ഉസാറൊന്നുമില്ല, എന്ത് പറ്റി താത്താക്ക്? താത്താക്ക് ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ എന്ന് ഒരേ മാറിയാകുമോ, ഓരോ മാറ്റങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിന്. അല്ലാതെ വെച്ച് മനസ്സിക്ക് ഒരു ഇടങ്ങേറോ ഒന്നുമില്ല കേട്ടോ മക്കളെ. അതിനിങ്ങനെ ഞങ്ങൾ അങ്ങനെയായിട്ട് കരുതല്ലേ. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ ഇപ്പം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ഒരു പറയാൻ പറ്റാത്തൊരു ടെൻഷനും മനസ്സിലില്ല. നമ്മളിവിടെ ഹാപ്പി എന്നൊക്കെ പറയാലോ, അത്ര
അത്രയും സന്തോഷത്തിലും റാഹത്തിലുമാണ് ഇപ്പൊ നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. ഈ സന്തോഷം അങ്ങേയറ്റം പടച്ച റബ്ബ് നേരെ നിർത്തിത്തരട്ടെ, ആമീൻ. അപ്പൊ എന്തായാലും ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ മലപ്പുറം താത്താന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയാണ്, നല്ല രീതിയിൽ ഔറത്തൊക്കെ മറച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ലത് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവിധത്തിലുള്ള സുഖവും സന്തോഷവും എല്ലാം കിട്ടട്ടെ. അവർ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അവരുടെ സന്തോഷം എന്നും പടച്ച നിലനിർത്തി കൊടുക്കട്ടെ. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും പബ്ലിക് ലൈഫ് ആക്കരുത്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാനത് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, എൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നാളെ അത് തീരുമായിരിക്കും, പക്ഷെ അത് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് അത് തീർന്നു പോവില്ല. അവർക്കത് വലിയ പ്രശ്നം തരുമായിരിക്കും. അവരുടെ മുന്നിൽ ഭർത്താവ് മോശപ്പെട്ട ആളായി, മക്കൾ അങ്ങനെയായി, അതായി ഇതായി, കുടുംബം കുട്ടിച്ചോറായി എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നമുക്ക് കളയാനായിട്ട് സാധിക്കില്ല. നമ്മൾ കഴിവത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേഴ്സണൽ ലൈഫ് നമ്മളുടെ അടുത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ട്. അത് ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ, അതും എസ്പെഷ്യലി സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഒരിക്കലും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ തീർന്നു മക്കളെ, തീർന്നു. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.